തിരിച്ചുവരവിൻ്റെ ചരിത്രങ്ങളാണ് സക്സസിൻ്റെ റിയൽ ചാപ്റ്റേഴ്സ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാരിൽ നമ്മുടെയൊക്കെ മനസ്സിന് ഇപ്പോഴും ഏത് കാലഘട്ടങ്ങളിലും നമ്മുടെ മനസ്സിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ നേതാക്കന്മാരിലെ ഒന്നാം നമ്പറാണ് ഇന്ദിരാഗാന്ധിയൊക്കെ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് അങ്ങനെ ലീഡേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ കരുണാകരൻ, ഇപ്പോൾ കേരളത്തിൽ കരുണാകരൻ, അദ്ദേഹത്തെ പോലെ ഒരു ഭരണാധികാരിയുടെ ഇനി കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പായി പറയുന്നു. അല്ല, കേരള ചരിത്രത്തിലൊരു ലീഡറല്ലോ. ആ ലീഡർ എന്നുള്ള ടൈറ്റിൽ ആൾ എഴുതി വെച്ചതല്ല, ജനങ്ങൾ കൊടുത്തത്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ കരുണാകരനെ വെല്ലാൻ ഇന്ത്യയിൽ ആളില്ല. ഇപ്പം ഞാൻ KSU പ്രവർത്തനമൊക്കെ നടത്തുന്ന സമയത്ത്, ചെറുപ്പത്തിൽ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തന സമയത്ത് എല്ലാ മാസവും 1-ാം തീയതി ലീഡറെ കാണാൻ വരും. എനിക്കൊരു കാര്യം ഉണ്ടായിട്ടില്ല, എനിക്ക് ലീഡറെ അടുത്ത് കാണണം. ലീഡർക്ക് എന്നെ അറിയൊന്നുമില്ല, ലീഡർ അടുത്ത് കാണണം. ഗുരുവായൂർ വരുമ്പോൾ അപ്പോൾ എല്ലാ മാസവും 1-ാം തീയതി ലീഡർ ഗുരുവായൂർ വരും. ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ നേരെ രാമനിലത്തി വരും. രാമനിലത്തി അദ്ദേഹത്തിൻ്റെ 1-ാം നമ്പർ മുറിയിലെ ആൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ ഉള്ളവരോടൊക്കെ സംസാരിച്ച് അദ്ദേഹം പോകുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ പോയി ലീഡറെ കാണുക എന്നുള്ളത് മനസ്സിനകത്തുണ്ടാകുന്നൊരു വലിയ ഊർജ്ജം നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരുണാകരൻ എന്ന് പറയുന്ന ലീഡറിൽ നിന്ന് പഠിച്ചതാണ് ഞാൻ. അകലിൽ നിന്ന് നോക്കി കണ്ടു, പിന്നെ അടുത്ത് ഇടപെടാൻ അവസരം കിട്ടി. അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ അതൊരു 80% അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. പ്രായോഗികത ഇപ്പം എനിക്ക് മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമുണ്ട് ലീഡറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാൻ ഇതേപോലെ ലീഡറെ കാണാൻ രാമനിലത്തിൽ പോയി. അപ്പോൾ ഒരുപാട് ആളുകൾ ലീഡറെ കാണാൻ പുറത്ത് നിൽക്കുന്നുണ്ട്. ലീഡറെ കാണാൻ മുഖ്യമന്ത്രിയാണെന്ന് ലീഡർ ഉള്ളിൽ അമ്പലത്തിൽ വന്ന് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉള്ളിൽ കുറച്ച് ആൾ അവരായിട്ട് സംസാരിക്കണം. അപ്പോൾ കുറേ ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് വന്നിട്ട് ലീഡറോട് പറഞ്ഞു, ലീഡറെ കുറേ ആളുകൾ പുറത്തുണ്ട്, ലീഡറെ കാണാൻ നിൽക്കുന്നുണ്ട്, അവരെ ഓരോരുത്തരായിട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ലീഡർ ചോദിച്ചു, ആരൊക്കെയുണ്ട് പുറത്തുനിന്ന് ചോദിച്ചു. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു, മാളക്കാർ കുറേ ആളുകളുണ്ട്, പിന്നെ കുറേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, ടാറ്റ കമ്പനിയുടെ ഹൈ ഒഫീഷ്യൽസ്, അവരുടെ ടോപ്പ് ലെവലുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഫ്ലൈറ്റിൽ വന്നിട്ട് ലീഡറെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ വന്നുള്ളതാണ്. ടാറ്റയുടെ ആളുകൾ മുംബൈയിൽ നിന്ന് വന്നുള്ളതാണ്. അപ്പോൾ അവരാണെങ്കിൽ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ ലീഡറെ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്കൊരു അസ്വസ്ഥതയുണ്ട്. കാണാൻ സമയം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ കുറേ നേരമായി കാത്തിരിക്കണം അവർ. അപ്പോൾ ഗവൺമെൻറ് വന്നിട്ട് ലീഡറോട് പറഞ്ഞു, ലീഡറെ ടാറ്റക്കാർ വന്നിട്ട് കുറേ നേരമായി, അവരെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലീഡർ പറഞ്ഞൊരു മറുപടിയാണ്, അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു മറുപടിയാണ്. ലീഡർ പറഞ്ഞു, ടാറ്റക്കാർ അവിടെ ഇരിക്കട്ടെ, ആദ്യം മാളക്കാരെ വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാനത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. പിന്നൊരു ഡയലോഗ് ലീഡർ പറഞ്ഞു, മാളക്കാരുണ്ടായത് കൊണ്ടാണ് ടാറ്റക്കാർ ഇവിടെ വന്നത്. അദ്ദേഹം അന്ന് മാളയിലത്തെ MLA ആണല്ലോ. മാളയുടെ MLA ആണ്. അപ്പോൾ മാളയുടെ MLA, മാളയിലത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് MLA ആക്കി. അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അപ്പോൾ മുഖ്യമന്ത്രി ആവാൻ എനിക്ക് കാരണം ആയത് മാളത്തെ ജനങ്ങളാണ്. ചാണക്യ സൂത്രം. അപ്പോൾ മാളക്കാർ ഉണ്ടായത് കൊണ്ടാണ് ടാറ്റക്കാർ വന്നത്. അതാണ് ലീഡറുടെ ഡയലോഗ്. അപ്പോൾ ആദ്യം മാളക്കാരെ വിളിക്കുക എന്ന് പറഞ്ഞ ആ ഒരു കോമൺ സെൻസ് നമുക്ക് ഭയങ്കര സ്ട്രൈക്ക്. അതിന് ഞങ്ങൾ പറയുന്നത് റൂട്ടിൽ നിന്നാണ് ഫ്രൂട്ട് ഉണ്ടാവുക. റൂട്ട് മനസ്സിൽ ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ അക്കട്ട പോലെ കല്ലിൽ കുത്തിവെച്ച ജനഗീതിയുടെ പ്രത്യേകത എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമാണ് അത്. സത്യത്തിൽ ഒരിക്കലും ഞാൻ പലപ്പോഴും ഇങ്ങനെ നോക്കാറുണ്ട്. ഞാനിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ അല്ലേ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പുതിയ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ തിരഞ്ഞെടുത്ത്. അപ്പോൾ കുറേ സ്ഥലത്ത് നിങ്ങൾ അനുമോദിക്കാൻ യോഗത്തിന് പോകാറുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് മെമ്പേഴ്സിനെ കാണാൻ പോകാറൊക്കെ. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഈ കഥ കൃത്യമായി ഇത് ഞാൻ പറയും. അതിനെന്താ കാണുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല ലീഡർക്ക് അറിയാം ജനങ്ങളാണ് ശക്തിയും സമ്പത്ത് എന്നുള്ളത്. അത് കൃത്യമായിട്ട് അറിഞ്ഞ വ്യക്തിയാണ്, അനുഭവിച്ച വ്യക്തിയാണ് ശ്രീ K. കരുണാകരൻ. അതുകൊണ്ട് അദ്ദേഹം ലീഡർ എന്നറിയപ്പെടുന്നത്. അത് മാത്രമല്ല, പിന്നെ അതുപോലെ നമുക്ക് ജീവിതത്തിൽ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് നിരാശയും തോന്നില്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഭയങ്കര നിരാശ തോന്നും. സഹപ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ ഭാഗത്തുണ്ടാകുന്ന ഇപ്പോൾ SFIയുടെ DYFIയുടെ ഒക്കെ നേതാക്കന്മാരുമായിട്ടുണ്ടാകുന്ന ഇഷ്യൂസ്, അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ, സംഘടന പ്രവർത്തനങ്ങളുടെ നടത്തുന്ന വിഷയം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തോന്നും, ഇടയ്ക്ക് നിരാശ ബാധിക്കും. സ്വാഭാവികമാണുള്ളത്. അല്ല, ജോസിന് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ഇടയ്ക്ക് തോന്നും. പക്ഷേ ഈ ഫീലിങ്സൊക്കെ എനിക്ക് ഒരൊറ്റ
ഒറ്റ തവണത്തോടുകൂടി ഞാൻ പിന്നെ ആ ഫീലിങ്സ് എല്ലാം വിട്ടു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന സമയത്താണ് ഇതേപോലെ ലീഡറെ കാണാൻ ഒരു ദിവസം ചെന്നിരുന്നപ്പോൾ. അപ്പോൾ അന്ന് ലീഡറെ കുറച്ചും കൂടി ഒരു അടുത്ത് ലീഡറെ ഏറ്റവും അടുത്ത് ഇടപഴകാവുന്നൊരു ബന്ധങ്ങളായി. പിന്നെ ഞാനാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ കാഷ്യൂവിൽ നിന്നും പിന്നീട് വളച്ചു വരുന്നത് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് KSU ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അതിന് ശേഷമാണ് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് സമയത്ത് ലീഡറെ കാണാൻ പോയ ഒരു ദിവസം പോയപ്പോൾ ഞാൻ ലീഡറോട് വെറുതെ പറഞ്ഞു, ലീഡറെ എളുപ്പമല്ല കേട്ടോ, നമ്മൾ ആളുകൾ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല, വലിയ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ മനസ്സിലുള്ള ഫീലിങ്സ് ഒരു ദിവസം പറഞ്ഞപ്പോൾ ലീഡർ അതിന് പറഞ്ഞൊരു മറുപടിയാണ്, ക്രൈസിസ് ഇല്ലെങ്കിൽ പിന്നെ എന്താ ജീവിതം, അതിനെ അതിജീവിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക. ഞാനൊക്കെ എത്രയോ ബുദ്ധിമുട്ടിയിരിക്കുന്നു. ഇപ്പോൾ തൊഴിലാളി സംഘടനാ പ്രവർത്തകനായി തൃശ്ശൂർ നടക്കുന്ന സമയത്ത് എന്നെ കൊല്ലാൻ എത്രയോ തവണ കമ്മ്യൂണിസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. പടിഞ്ഞാറക്കോട്ട എന്ന് പറഞ്ഞ ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് കടക്കാൻ കഴിയില്ല. അവിടെ വലിയ ഗുണ്ടകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ കോൺഗ്രസ്സുകാരനെ കണ്ടാൽ കൈകാര്യം ചെയ്യുന്ന നിൽക്കുന്ന, അതിൽ നിന്നൊക്കെയാണ് നമ്മൾ എത്രയോ ബുദ്ധിമുട്ടിയിട്ട് തട്ടിൽ എസ്റ്റേറ്റ് കേസ് ഉൾപ്പെടെ കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. അതിനെ അതിജീവിക്കാനുള്ള മനസ്സുണ്ടാകുക എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചെയ്യണ കാര്യങ്ങളിൽ ഒരു സത്യസന്ധത ഉണ്ടായാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് അല്പം വൈകിയാലും കിട്ടുമെന്ന് ലീഡർ പറഞ്ഞു. അതൊരു ഭയങ്കര ടോക്കായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് വള്ളൂർ സംബന്ധിച്ചോളം ശ്രീ കരുണാകരൻ്റെ ഒരു ടെക്സ്റ്റാണല്ലേ തീർച്ചയായും ലീഡർഷിപ്പിൻ്റെ, പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ലീഡർഷിപ്പിൻ്റെ ഒക്കെ ടെക്സ്റ്റാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് CN ബാലകൃഷ്ണൻ്റെ ഒരു സ്വാധീനം കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CN ഇവിടെ 17 വർഷം തൃശ്ശൂർ DC പ്രസിഡന്റ്, തൃശ്ശൂരിൻ്റെ അയൺമാൻ എന്നൊക്കെ പറയുന്നത്. യെസ്, 17 വർഷം DC പ്രസിഡന്റ് ആയിരുന്നു. സത്യത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചാണ് അദ്ദേഹം. അത് മാത്രം ഞാൻ കേട്ടിട്ടുണ്ട്, പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അയാളുടെ പേര് ഓർമ്മ വരുള്ളൂ. ഇപ്പോഴും ആളുടെ ആ സ്ഥാനം തൃശ്ശൂർ ഒഴിഞ്ഞെടുക്കുക. അദ്ദേഹത്തിന് ശേഷം ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായി, അദ്ദേഹത്തിന് മുമ്പും ഒരുപാട് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് ശേഷം വന്ന ഒരു പ്രസിഡന്റാണ്. എനിക്ക് മുമ്പ് ഒരുപാട് പ്രസിഡന്റുമാരുണ്ടായി. പക്ഷേ CN ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവ് പ്രസിഡൻ്റായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ശൈലിയും പ്രത്യേകതകളും പിന്നീട് വന്ന പ്രസിഡന്റുമാർക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ CN മുൻപും പിൻപെന്നുള്ള അവസ്ഥയ്ക്ക് തൃശ്ശൂർ കോൺഗ്രസ് എത്തിന്നുള്ള. ഇപ്പോൾ 2001 CN പ്രസിഡന്റായ സമയത്ത് തൃശ്ശൂർ ജില്ലയിൽ MLA-മാരുടെ എണ്ണം അറിയോ? 12 MLA-മാരാണ്, 14 സീറ്റ്, 12 MLA. റെക്കോർഡ്, തൃശ്ശൂർ റെക്കോർഡായിരുന്നു ആ ഒരു കാലഘട്ടം. അതുമാത്രമല്ല, പിന്നീട് തൃശ്ശൂർ MP PC ചാക്കോ, ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ്, കോർപ്പറേഷൻ കോൺഗ്രസ്, മഹാഭൂരിപക്ഷം പഞ്ചായത്തുകൾ കോൺഗ്രസ്, മഹാഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എല്ലാം ഗോൾഡൻ എറായിരുന്നു. അത് CNൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അദ്ദേഹം വലിയ സംഘാടകനോ പ്രാസംഗികനോ അല്ലെങ്കിൽ താത്വികാചാര്യനോ ഒന്നുമല്ല, സൈദ്ധാന്തികനൊന്നുമല്ല. ഈ രാഷ്ട്രീയ പ്രവർത്തനം നമുക്കെല്ലാവർക്കും അറിയാലോ, ഒന്നുകിൽ സൈദ്ധാന്തികൻ, ഏതെങ്കിലും ഒരു ക്വാളിറ്റി, ഒന്നുകിൽ സൈദ്ധാന്തികനാവണം, അല്ലെങ്കിൽ പ്രചാരകനാകണം, അല്ലെങ്കിൽ സംഘാടകനാകണം. ഇതിലേതെങ്കിലും ഒരു മൂന്നും ഉള്ള ആളുകളുണ്ട്. 2 ക്വാളിറ്റി ഉള്ളവരുണ്ട്, 1 ക്വാളിറ്റി ഉള്ളവരുണ്ട്, 1 ക്വാളിറ്റി ഇല്ലാത്തവരുണ്ട്. CN ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്നതിൽ ഒരു അസാമാന്യ പ്രതിഭാസമായിരുന്നു പുള്ളി. അത് നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഒരു ബുദ്ധിമുട്ട് ഒരു കോൺഗ്രസ്സുകാരന് വന്നാൽ അത് കണ്ടറിഞ്ഞ് സഹായിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചനേരത്ത് KSU പ്രവർത്തകന്മാർ സ്വാഭാവികമായിട്ടൊക്കെ വരുമ്പോൾ നമ്മളോട് ചോദിക്കും, ഭക്ഷണം കഴിച്ചോ? നിങ്ങൾ ചോദിക്കും. കാരണം പുള്ളിക്കറിയാം, അപ്പം നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ നമ്മളോട് ചോദിക്കണം, ഭക്ഷണം കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ പോയി ഭക്ഷണം കഴിക്കാം. അപ്പോൾ നേരെ പേഴ്സിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് തന്നു, പോയി ഭക്ഷണം കഴിക്കാൻ. അതിപ്പോൾ KSUകാരുടെ മാത്രമല്ലെന്ന്, ആരോടിപ്പം മഹിളാ കോൺഗ്രസ്സുകാർ വന്നോട്ടെ, അവരെയൊക്കെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളിലെ കല്യാണത്തിനും മരണാവശ്യങ്ങൾക്കും സാമ്പത്തിക സഹായവും കൊടുത്തതിൻ്റെ ഒരു കണക്ക് നോക്കിയാൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല. അത്രയേറെ സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് CN ബാലകൃഷ്ണൻ. അതൊരു കൾട്ടായി മാറിയില്ല. അത് ഈ CN-ഉം കരുണാകരനും ഭയങ്കരമായ ബന്ധം ഉണ്ടായിരുന്നു. നല്ല ബന്ധമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ CN, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം പോലുണ്ടെന്ന് CN പിന്നെ മത്സരിച്ചത് ഏറ്റവും അവസാനം 79ാമത്തെ വയസ്സിലാണ്. അത് ഭയങ്കരമായിട്ടൊരു ചർച്ചയായിരുന്നു. അതെ, അപ്പം മത്സരിക്കുക, ജയിക്കുക, ആദ്യ മത്സരത്തിൽ തന്നെ MLA ആവുക, ആ കാലഘട്ടത്തിൽ മന്ത്രിയാവുക, അതൊക്കെ എന്ന് ക്വാളിഫൈഡ് വ്യക്തിയാണ്. അത് മറ്റാർക്കും കിട്ടാത്തൊരു
പ്രത്യേകതയില്ലേ? എൻ്റെ ഗ്ലോറിഫൈങ് എൻ്റെ അത് അവസാനിപ്പിച്ചത്. യെസ്. പക്ഷെ അത് അദ്ദേഹം ജീവിത കാലഘട്ടം മുഴുവൻ, ഒരു പുരുഷായുസ് മുഴുവൻ അദ്ദേഹം നടത്തിയ നല്ല പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരം, കോൺഗ്രസിൻ്റെ ഒരു സമ്പത്തായിരുന്നു. അംഗീകാരമായിരുന്നു അത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ വലിയ സ്വാധീനം, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി CN ബാലകൃഷ്ണൻ്റെ സ്വാധീനം ഒരുപാട്. തൃശ്ശൂരിൻ്റെ വളർച്ചയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാടുണ്ട്. ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെ വളർച്ചയിൽ, കോൺഗ്രസ് നേതാക്കന്മാരുടെ വളർച്ചയിൽ വലിയ പങ്ക് CN ബാലകൃഷ്ണൻ ഉണ്ടായിട്ടുണ്ട്. അത് അന്ന് CN ബാലകൃഷ്ണനും K കരുണാകരനും ഉൾപ്പെടുന്ന ഒരു ടീം കോൺഗ്രസ്സിന് തൃശ്ശൂർ ജില്ലയിൽ വലിയ വളർച്ച ഉണ്ടാക്കാൻ പര്യാപ്തമായ. അന്ന് CN എന്ന് പറയുന്ന വ്യക്തി തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ കിങ് മേക്കർ തന്നെ പറയാനല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് ലീഡേഴ്സ് വളർത്തിയിട്ട് ഒരുപാട് ആളുകളെ പേഴ്സണലി സഹായിക്കുന്നത്, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവുക. അദ്ദേഹം വലിയ സമ്പത്തുള്ള ധനവാനൊന്നും ആയിരുന്നില്ല. പക്ഷേ ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കി ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് സഹപ്രവർത്തകരെ സഹായിക്കാൻ, അവരെ ചേർത്ത് പിടിക്കുക, അത് എല്ലാവർക്കും ഉള്ളൊരു ക്വാളിറ്റി അല്ല. അത് സാധാരണ പറയും, ഓർഡിനറി ലീഡർ എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സ് സൃഷ്ടിക്കും, ഗ്രേറ്റ് ലീഡർ ലീഡേഴ്സ് സൃഷ്ടിക്കും. അവിടെയാണ് CNൻ്റെ ഒക്കെ അല്ലെങ്കിൽ കരുണാകരൻജിൻ്റെ ഒക്കെ ഒരു വാല്യൂ നമ്മൾ പ്രത്യേകത. ഇനി എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, പേഴ്സണൽ ലൈഫിൽ ജോസ് പോൾ മാരീഡാണ്, ഫാമിലിയൊക്കെ ഉണ്ട്, പൊളിറ്റിക്സിൽ ഇങ്ങനെ ശക്തമായി നിറസായി നിൽക്കുമ്പോൾ ഫാമിലി ലൈഫുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? അവരെ സപ്പോർട്ട് എങ്ങനെ, പ്രത്യേകിച്ച് വൈഫിൻ്റെ ഒക്കെ? എല്ലാവരുടെയും വീടുകളെ പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ കാലഘട്ടം മുതൽ 1% പോലും ഇതിന് താല്പര്യമുള്ള ഫാമിലി ആയിരുന്നില്ല എൻ്റെ ഫാമിലി. അപ്പം എൻ്റെ ഫാദറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനായി നടക്കേണ്ടി വരുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം എന്നോട് എൻ്റെ പിതാവ് പറഞ്ഞിരുന്നു, വീട്ടുകാരെല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് നിങ്ങൾ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ കല്യാണം കഴിക്കുന്നേക്കാൾ മുമ്പേ തന്നെ വീട്ടിൽ ആകെ പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ ടൈം പൊളിറ്റിക്സായിട്ട് നിൽക്കരുത്. അങ്ങനെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഫുൾ ടൈം പൊളിറ്റിക്സ് നിൽക്കരുത്. പൊളിറ്റിക്സ് വേണമെന്ന് അഭിപ്രായം ഞങ്ങൾക്കില്ല. പൊളിറ്റീഷ്യനാവണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. എൻ്റെ വീട്ടിൽ പറഞ്ഞിരുന്നത് പൊതു കാര്യം, പൊളിറ്റീഷ്യനാവണമെന്ന് ഞങ്ങൾ പറയില്ല. ഒരുപാട് തവണ എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഓരോ ഇഷ്യൂസിലൊക്കെ നമ്മൾ പോയുമ്പോൾ സ്വാഭാവികമായിട്ട്, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഏക മകനാണ്. ഒറ്റ മകനാണ്. മാത്രമല്ല കല്യാണം കഴിഞ്ഞ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നോടുള്ളൊരു അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അറ്റാച്ച്മെൻറ്റ്, ഡീപ്ലി ആയിരിക്കും. പിന്നെ 2 സിസ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാനിങ്ങനെ വഴിതെറ്റിപ്പോകുന്നു എന്നുള്ളൊരു ഫീൽസ് അവർക്കുണ്ടായിരുന്നു. സ്വാഭാവികമാണല്ലോ, പേരൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ എൻ്റെ അപ്പനുണ്ടായിരുന്നൊരു കുറ്റമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയാണ് എന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നത് എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചെറിയ കുറ്റബോധം തോന്നി പിന്നീട്. പക്ഷെ അവസാനം ഞാൻ ഇതിൽ നിന്ന് ഒരിക്കലും പിൻവാങ്ങില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആൾ പറഞ്ഞൊരൊറ്റ ഡിമാൻഡുള്ളൂ. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു കാര്യമായിട്ട് തോന്നി. ആൾ പറഞ്ഞു, ശരി, പൊളിറ്റിക്സ് നിനക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ ഓക്കെ, പക്ഷേ വരുമാന മാർഗം, ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താതെ എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ രാഷ്ട്രീയക്കാരനാണെന്ന് പറയുന്നത് അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ചു. എന്നിട്ട് ആൾ 1-2 ഉദാഹരണങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. എൻ്റെ വീടിനടുത്തുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കഥ, പിന്നെ എൻ്റെ അപ്പനറിയാവുന്ന മറ്റ് ചില 1-2 കോൺഗ്രസ് നേതാക്കന്മാർ, അവരുടെയൊക്കെ ഒരു ജീവിതവും അവരുടെയൊക്കെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും ഒക്കെ പുള്ളി എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഇതൊരു ഘട്ടം കഴിഞ്ഞാൽ ഇനി ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് പുള്ളിയുടെ ഒരു ഇതായിരുന്നു. പിന്നെ പൊളിറ്റിക്സിൽ നമ്മളങ്ങനെ രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഇപ്പോൾ 1, 2, 3 വെച്ചിട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ 1-2 ആളുകൾക്ക് ചിലപ്പോൾ ചാൻസ് കിട്ടിയിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. 90% അങ്ങനെയല്ല. അല്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻകം, ഇപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് LLB ചേർന്നിട്ട് പൂനെ പോയി LLB ചേർന്നു. LLB ചേർന്നിട്ട് അന്ന് LLBക്ക് പഠിക്കുമ്പോൾ എന്താ സംഭവിച്ചാൽ, ഫസ്റ്റ് ഇയർ പാസ്സായാലാണ് സെക്കൻഡ് അഡ്മിഷൻ ഉള്ളൂ. ഇന്നങ്ങനെയല്ല, ഇന്ന് 45-50 സപ്ലി ഒരുമിച്ച് എഴുതാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയർ പാസ്സായാൽ അല്ലേ മാത്രമാണ് സെക്കൻഡ് ഇയർ. പഠിക്കാൻ പോയത് ജോലിക്ക് വേണ്ടിയിട്ടാണോ അതോ? അല്ലല്ല, പഠിക്കണം എന്നുള്ളത് മനസ്സിൽ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതിയിട്ട് പോകുന്നതാണ്. ഞാൻ പാസ്സായില്ല, പിന്നെ പാസ്സാവാത്തതുകൊണ്ട് സെക്കൻഡ് അഡ്മിഷൻ കിട്ടില്ല, പിന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് അന്ന് പഠിക്കാൻ പോയ ഞങ്ങളൊരു 5 സുഹൃത്തുക്കൾ ഒരുമിച്ച്, ഞാനടക്കം 5 പേർ ഒരുമിച്ചാണ് പോയത്. അതിൽ എൻ്റെ കൂടെ വന്ന ഒരാൾ
UK സോളിസിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഒരു ഫ്രണ്ട് മധു. രണ്ടാമത്തെ എൻ്റെ ഫ്രണ്ട് മനോജ് എറണാകുളം ജില്ലാ ജഡ്ജിയാണ്. മൂന്നാമത്തെ ഒരു ഫ്രണ്ട് ബേബി ജോൺ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റാണ്. അപ്പോൾ ടീമിലെല്ലാവരും നല്ല വക്കീലന്മാരായി ശോഭിച്ചു. ഞാൻ മാത്രമാണ് അതിൽ ഫസ്റ്റ് ഇയറോട് കൂടി LLB വേണമെന്ന് വെച്ച് പോകുന്നത്. അപ്പോൾ ഇത് പറയാൻ കാരണം വിദ്യാഭ്യാസം ഉദ്ദേശിച്ച പോലെ ആയില്ല എന്ന് വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. ഗൾഫിലേക്ക് എന്നെ പറഞ്ഞയക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അങ്ങനെ നടന്നു. ഞാനതിന് തയ്യാറായില്ല. അപ്പോൾ എൻ്റെ കുറേ റിലേറ്റീവ്സ് ഞങ്ങളുടെ ഏരിയയിൽ ഗൾഫിൻ്റെയൊക്കെ സ്വാധീനം കണ്ടമാനുള്ളത് അറിയാലോ. അപ്പോൾ എൻ്റെ കുറേ റിലേറ്റീവ്സ് ഗൾഫിലുണ്ട്. അപ്പോൾ അപ്പൻ അവരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞു. അപ്പൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോകാൻ തയ്യാറല്ല. അപ്പോൾ അവസാനം ആൾ പറഞ്ഞു ശരി പോകണ്ട, പൊളിറ്റിക്സ് വിടണ്ട, പക്ഷേ മറ്റുള്ളവർക്ക് കുറ്റപ്പെടുത്താവുന്ന രീതിയിലുള്ള ശൈലിയിലേക്ക് പോകരുത്. പൊളിറ്റിക്സിൽ ഉണ്ടാവുന്ന ഒരു സാധനം അതാണല്ലോ, ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനാവരുത്. എന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്തണം. ഒന്നുകിൽ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. എന്തെങ്കിലും ഒന്നുമില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്ന് സ്ട്രോങ് ആയി പുള്ളിയുടെ ഡയറക്ഷൻ തന്നു. അങ്ങനെയാണ് അത്. സത്യത്തിൽ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. കാരണം കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ വഷളാവും, അല്ലെങ്കിൽ നമ്മൾ നാട് വിടേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മോശക്കാരനായി മാറും. അങ്ങനെ വന്നപ്പോഴാണ് അതിന് സാധ്യത കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ഫാദർ നൽകിയിട്ടുള്ളൊരു അഡ്വൈസ്. അപ്പം അങ്ങനെ ഒരു അഡ്വൈസ് കിട്ടിയപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ കുറേ ആലോചിച്ച് അപ്പോൾ KR ചുമ്മാറിൻ്റെ വീട് എൻ്റെ തൊട്ടടുത്താണ്. മനോരമയിലുള്ള റെസിഡൻറ്റ് എഡിറ്ററായിരുന്ന KR ചുമ്മാർ. അദ്ദേഹം പുള്ളി എൻ്റെ അപ്പൻ്റെ അടുത്ത സുഹൃത്താണ്. എൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഫാമിലിക്കായിരുന്നു വലിയ ബന്ധമുണ്ട്. അപ്പോൾ പുള്ളി പഴയ KTP-കാരനായിരുന്നു. അന്ന് വെല്ലിങ്ടൺ ഉൾപ്പെടെയുള്ള ആ കാലഘട്ടങ്ങളിൽ മത്തായി മാഞ്ഞൂരാൻ്റെ ഗ്രൂപ്പിലത്തെ ഒരു പ്രധാനപ്പെട്ട ആൾ. അതിന് ശേഷം പിന്നെ ആൾ മനോരമ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അപ്പനോട് പറഞ്ഞു അവൻ നടന്നോട്ടെ, നീ അതിന് വഴക്കുണ്ടാക്കാൻ നിൽക്കൊന്നും വേണ്ട, ഞാനതിനൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പനോട് പറഞ്ഞു അവനോടൊന്ന് വരാൻ വേണ്ടി എന്നെ അങ്ങനെ ചുമ്മാരായിട്ട് എന്നെ വിളിച്ച് വരുത്തി. ഒരു ദിവസം ആൾ ഞായറാഴ്ചകളിൽ വീട്ടിൽ വരും, തിരുവനന്തപുരത്ത് നിന്ന് വരും. എന്നെ വിളിച്ചത് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, ഞാൻ മനോരമയിലെ മാർക്കറ്റിംഗ് മാനേജറെ വിളിച്ച് സംസാരിക്കാം, അഡ്വർടൈസിങ്, ഈ പത്രത്തിൻ്റെ അഡ്വർടൈസിങ്ങായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളിലേക്കൊന്ന് സജീവമായി നിൽക്കുക. അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് വരുമ്പോൾ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വഴി പുള്ളിയാണ് ഓപ്പൺ ചെയ്യണത്. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ വിഷ്വൽ അഡ്വർടൈസിങ്ങും വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ കോഴ്സൊക്കെ പോയി പഠിച്ച് ഞാനൊരു അഡ്വർടൈസിങ് ഫേം, അവിടെ നിന്നാണ് അതിൻ്റെ ഒരു പുതിയ ഉദയം. അങ്ങനെ അഡ്വർടൈസിങ് ഫേം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും അത് നല്ല രീതിയിൽ 30 വർഷമായിട്ട് നന്നായി പോകണു എൻ്റെ സ്ഥാപനം. അത് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് വലിയ രീതിയിൽ. അപ്പം മാത്രമല്ല ഇതൊക്കെ ഈ ഒന്ന് പുതിയ കാലഘട്ടങ്ങളിൽ ഒരുപാട് അപ്ഡേഷൻസ് അറിയാൻ പറ്റുന്ന മേഖലയാണ്. പരസ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വേൾഡ് നടക്കുന്ന മാറ്റം അറിയാൻ പറ്റും. രണ്ട്, നമുക്ക് ഈ മേഖലയിലുള്ള ആളുകളായിട്ടാണ് നമുക്ക് കോൺടാക്ട്സ് കൂടുതലുണ്ടാവുന്നത്. ഇപ്പോൾ പത്രക്കാർ, ചാനലുകാർ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയക്കാരന് പറ്റിയിട്ടുള്ള ഒരു രീതി തന്നെയാണ്. പിന്നെ എനിക്ക് ആദ്യം മുതലേ ഈ കാര്യങ്ങൾക്ക് ഒരു ക്രേസ് ഉള്ള ആളാണ്. അതായത് നന്നായി ചില സാധനങ്ങൾ കണ്ടാൽ നമ്മളത് കട്ട് ചെയ്ത് വെക്കും. അത് പത്രത്തിലാണെങ്കിലും മാഗസിൻസിലാണെങ്കിലും കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കും. അതുപോലെ ആ ഇൻഡസ്ട്രിയോട് ഒരു പ്രത്യേകം ഒരു താല്പര്യം തോന്നിയിരുന്നു. പിന്നെ ഞാനതൊക്കെ എന്തായാലും LLB പോയില്ല. അപ്പോൾ പിന്നെ ഈ ഒരു കോഴ്സൊക്കെ പഠിച്ച് ആ രീതിയിലേക്കൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എനിക്ക് തന്നത് KR ചുമ്മാരാണ്. അപ്പോൾ അന്നൊക്കെ മനോരമ ഉൾപ്പെടുന്ന പത്രങ്ങളിലൊക്കെ പരസ്യം റിലീസ് ചെയ്യണമെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കേണ്ട കാലഘട്ടം, ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കണം, അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റികളുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ എനിക്ക് അങ്ങനെ ഒരു തന്നു. അപ്പോൾ അങ്ങനെ ഫൈനാൻഷ്യൽ ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, പഴയകാല KS നേതാക്കന്മാരൊക്കെ വലിയ ഹെൽപ്പ് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അത് സത്യം പറഞ്ഞാൽ നമുക്കൊരു വലിയ അത് വേണം. കാരണം ആണെങ്കിൽ ഒരു ഇൻകം കിട്ടി. അപ്പോൾ അതോടുകൂടി വീട്ടിൽ പ്രശ്നങ്ങൾ പരിഹാരമായി. വീട്ടിൽ പ്രശ്നം വെച്ചാൽ വീട്ടിൽ മനസ്സിലായി അല്ല ഒരു നേരത്തെ പറഞ്ഞ ഒരു കാറ്റഗറിയിൽ പെടാതെ മുന്നോട്ട് പോകാവുന്ന ഒരു വഴി തുറന്നു വെച്ച് അതിനു വേണ്ടി ഇങ്ങനെ തയ്യാറായി എന്നുള്ളത് വീട്ടിലൊരു നമുക്കൊരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടി. അത് നല്ലൊരു പ്രായോഗികമായിട്ടുള്ള അപ്രോച്ച് എനിക്ക് തോന്നുന്നു ഫാദറിൻ്റെ. അല്ല, നമ്മളതിൽ എൻ്റെയൊക്കെ ഒരു പോളിസി, ഇപ്പം ഞാനുമായി അടുത്ത് നിൽക്കുന്ന ഒരുപാട് സഹപ്രവർത്തകന്മാരുണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന. ഇപ്പോൾ ഇപ്പോഴത്തെ KSUക്കാർ, യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഉൾപ്പെടെ നല്ലൊരു ടീം നമുക്കിപ്പോഴും, നമ്മൾ വർഷങ്ങളായിട്ട് ആ ടീമിനെ കൊണ്ടുനടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ടീം ഉണ്ടാവാനുള്ളൊരു കാരണം ഒരു കഥയും കൂടെ ഞാൻ പറയാം. സെൻറ് തോമസ് കോളേജിലേക്ക് ഒരു ദിവസം പോയി. അപ്പോൾ അവിടെ ആണെങ്കിൽ ഈ SFI KSU സംഘർഷം, തെരഞ്ഞെടുപ്പ്, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളായ സ്ഥിരമായി നടക്കുന്നത്. അല്ല, ഞാനവിടെ പഠിച്ചിരുന്നത്, എനിക്കത് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ കുട്ടികൾ നമ്മളെ വിളിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു
കുട്ടീനെ പരിചയപ്പെട്ടു, ഒരു കൈസുകാരനെ പരിചയപ്പെട്ടു, കോളേജിലത്തെ കൈസുകാരനെ പരിചയപ്പെട്ടു, വർത്താനം പറഞ്ഞു അടുപ്പായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് അങ്ങനെ പോകുന്നത്. അത് അവർ മാത്രമല്ല, നമ്മൾ ആരായാലും അങ്ങനെ ഒരു നന്നായി. അപ്പോൾ ഇവർക്കായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ട് കുട്ടികൾ എന്തെങ്കിലും കാര്യം ഉണ്ടായി എന്നെ വിളിക്കും. ഇപ്പോൾ CMS സ്കൂളിലെ കുട്ടികളാണെങ്കിലും സെൻറ് തോമസ്, അലോഷ്യസ്, കേരളോർമ്മ ഉൾപ്പെടെയുള്ള ഏത് ക്യാമ്പസിലെ KS കുട്ടികളാണെങ്കിലും എന്നെ വിളിക്കും, അല്ലെങ്കിൽ എന്നെ കാണാൻ വരും. അപ്പോൾ അവർ നമ്മളവരെ കൂടെ പോയി അവർക്ക് മാക്സിമം സഹായിക്കാൻ കൊടുക്കുക എന്നുള്ളൊരു, അപ്പോൾ ഞാൻ അതിനൊപ്പം നിൽക്കുന്ന ഒരാളാണെന്ന് അറിയാവുന്നുണ്ട്. ഒരു ദിവസം ഇതേപോലെ സെൻറ് തോമസിൽ നിന്ന് DCCയിലേക്ക്, അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, 228180 DCCയുടെ നമ്പറിലേക്ക് ഒരു കോളേജിൽ നിന്ന് വന്ന്, ഇങ്ങനെ കോളേജിൽ അടി നടക്കുന്നുണ്ട്, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നേരെ കോളേജിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈ അരിയങ്ങാടിയിലത്തെ CITക്കാർ ഉൾപ്പെടെയുള്ളവർ വന്ന് നമ്മുടെ പിള്ളേരുകളെ മുഴുവൻ അടിച്ചു. നമ്മൾ ചെന്നപ്പോൾ നമ്മളെ അടിച്ചു, നമ്മളടി കൊണ്ട് ഓടി. അപ്പോൾ എനിക്ക് ഓടുമ്പോൾ എൻ്റെ മനസ്സിൽ ധാരണ DCCയിൽ പോയി ചെന്നാൽ DCCയിൽ നിന്ന് ഒരു ടീമിനെ വിട്ട് തിരിച്ച് കോളേജിൽ വന്ന് നമ്മളടിച്ചവർ തിരിച്ചടിക്കുന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കണത്. അങ്ങനെ ഞാൻ ഓടി DCCയിൽ വന്നപ്പോൾ ജോസ് കാട്ടൂക്കാരൻ DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് സംഘടന ചുമതലയുള്ള ആൾ. അദ്ദേഹം വർഷങ്ങളായിട്ട് തൃശ്ശൂർ ടൗണിൽ താമസിക്കുന്ന ആളാണ്. നമ്മുടെ ആദ്യത്തെ മേയറായിരുന്നു ജോസ് കാട്ടു. ഞാൻ അവരോട് ഭയങ്കര വിഷമത്തിൽ, എനിക്ക് ഭയങ്കര ഫീലിങ്സായി. ജോസേട്ടൻ എന്നെ അടിച്ചു, ഞങ്ങൾക്ക് അടി കിട്ടി, എനിക്ക് അടി കിട്ടി, അപ്പോൾ തിരിച്ചടിക്കാണ്ട് പറ്റില്ല എന്നൊക്കെ കൊണ്ട് ഞാനിങ്ങനെ വികാരം കൊണ്ട് സംസാരിക്കണം. ജോസേട്ടൻ എന്നെ ഇരുത്തിയിട്ട് പറഞ്ഞു, നിന്നോട് ആരാ സെൻറ് തോമസിൽ പോകാൻ പറഞ്ഞ്? ആദ്യത്തെ ചോദ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ KS ഉല്ലാസ് സെക്രട്ടറി അല്ലേ ജോസേട്ടൻ, ഞാൻ ലീഡർ ചെല്ലണ്ട്. KS ഉല്ലാസ് സെക്രട്ടറി കോളേജിൽ പോകാൻ പാടില്ല, ഇവിടെ ഇരിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. കോളേജിലത്തെ കാര്യം കോളേജിലത്തെ കുട്ടികളെ നോക്കുക, നിങ്ങളൊന്നും ആ വഴിക്ക് പോകരുത്. എന്താ ജോസേട്ടൻ അങ്ങനെ പറഞ്ഞു? ഞാൻ ജോസേട്ടനുമായി തർക്കമായി. ജോസേട്ടൻ പറഞ്ഞു, ഈ കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ KS പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ SFI പോലെയല്ല. അപ്പോൾ അവിടെ പ്രവർത്തനത്തിന് നമ്മുടെ ശൈലി എന്ന് പറഞ്ഞാൽ വേറെയാണ്. പിന്നെ കോൺഗ്രസിനകത്ത് ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് വരുന്നുണ്ട്. ഇതിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കരുത്. ഇപ്പം നീ നാളെ തൊട്ട് വന്നില്ലെങ്കിൽ നിന്നെ അന്വേഷിച്ച് ആരും വരില്ല. എന്നാൽ നന്നായി പ്രവർത്തിക്കുന്നവരുണ്ട്, അത് അവരുടെ ഒരു സംവിധാനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നീ KS പ്രവർത്തനം നടത്തി കോളേജിൽ പോയി KS പ്രവർത്തനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ കോളേജിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടത് നീയാണ്. വ്യക്തിപരമായി ഉണ്ടാക്കണം. ആ ഒരു സാധനം എൻ്റെ മനസ്സിൽ അന്ന് കിടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് എന്താ വേണ്ട ഇനി? KS പ്രവർത്തനം കോളേജുകളിൽ പോയി നടത്തണോ അതോ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തിയാൽ? രണ്ട് രീതിയിൽ പ്രവർത്തിക്കാമല്ലോ. അപ്പോൾ നമുക്ക് സിൻസിയറായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഈ പറയുന്ന വെല്ലുവിളികൾ അതിജീവിക്കാം, ക്യാമ്പസിൽ പോണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പോൾ മനസ്സിങ്ങനെ ഡബിൾ മൈൻഡായി, ഒന്നുകിൽ വേണോ വേണ്ടേ. അങ്ങനെ ഒരു ദിവസം രാത്രി മുഴുവൻ ഇങ്ങനെ കിടന്ന് ആലോചിച്ചു, എന്താ വേണ്ടേ. ഇതൊക്കെ നിർത്തി നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ വേറെ പോകണമെന്നൊക്കെ ആലോചിച്ചു. പിന്നെ തോന്നി വേണ്ട. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന ടീമിൻ്റെയും സഹപ്രവർത്തകരൊക്കെ കൂട്ടി യോജിപ്പിച്ച് ടീം വർക്കാക്കാൻ തീരുമാനിക്കുന്നു. ആ ഒരു ഇതാണ്. അതിനുശേഷം ഒരു ക്യാമ്പസിൽ പോയിട്ടും അടി വാങ്ങേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല എല്ലാ ക്യാമ്പസിലേക്കും ടീമായി പോവുക, ആ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് അന്ന് മുതലേ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച ഒരു പ്രോസസ്സ് ഇപ്പോഴും KS രംഗത്ത്, യൂത്ത് കോൺഗ്രസ് രംഗത്ത് പുതിയ ലീഡർഷിപ്പിനെ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ടീം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകും.